ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. നോമ്പ് 12-ലുണ്ടായ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നോമ്പ് സമയത്ത് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതൊക്കെയാണ് കേട്ടോ. രാവിലെ എണീറ്റ് നമ്മൾ അത്താഴമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കിടക്കും, ചിലപ്പോൾ കിടക്കില്ല കേട്ടോ. അത് ഓരോ ദിവസത്തെ മൂഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ടൊന്നും ഉറങ്ങിയൊന്നുമില്ല. അപ്പോൾ മുറ്റം അടിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ കുറേ മാങ്ങകളൊക്കെ വീണ് കിടക്കുന്നുണ്ടാകും. അതൊക്കെ ആദ്യം പെറുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തുണികളൊക്കെ ഒന്ന് മുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ മാങ്ങകളൊക്കെ മുഴുവനൊക്കെ പെറുക്കിയെടുക്കും. അപ്പോൾ എന്നും ഇതേപോലെ മാങ്ങകളൊക്കെ വീഴാറുണ്ട്. എന്നും ഞാൻ ഇതുപോലെ പെറുക്കിയെടുത്ത് നല്ലപോലെ വൃത്തിയായി കഴുകി അതിൻ്റെ നെട്ടൊക്കെ കളഞ്ഞ് ഇതേപോലെ കുപ്പിയിൽ അങ്ങോട്ട് ഉപ്പിലിട്ട് വെക്കണ്ട, അങ്ങനെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അത് എന്നും നമുക്ക് മാങ്ങയൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് വീണ് കിട്ടാറുണ്ട്. പിന്നെ ഇത് കുറച്ചിങ്ങനെ കണ്ണിമാങ്ങ പോലെ അതും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, പിന്നീട് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതാ തുണികളൊക്കെ വാരിക്കെട്ടിയിട്ട് നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ ഇറങ്ങുകയാണ്. അപ്പോൾ ആദ്യം തുണി കഴുകിയിടുന്ന പണിയാണ് കേട്ടോ ഫസ്റ്റ് കഴിച്ച് വെക്കുക. എന്നാലേ മനസ്സിലേക്കൊരു സമാധാനവും പകുതി പണി ഒതുങ്ങിയ പോലെയൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ഇതാ തുണികളൊക്കെ ഒന്ന് ആദ്യം മുക്കി വെക്കണം, അതിന് ശേഷമാണ് മുറ്റൊടിക്കലൊക്കെ തുടങ്ങുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ ഒരുപാട് പുതിയ ഫ്രണ്ട്സുമാർക്കൊക്കെ വന്നിട്ടുണ്ട്, അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ആ തുണികളൊക്കെ ഞാൻ മുക്കി വെച്ചു. മുറ്റോടിക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ ആ തുണികളൊക്കെ ഒന്ന് തിരുമ്പിയെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് കുറച്ച് ഭാഗം മുറ്റം എൻ്റെ മകളും അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് അവൾക്കൊന്ന് സ്കൂളൊന്നുമില്ല, അപ്പോൾ അവളും കുറച്ച് മുറ്റമൊക്കെ അടിച്ചു തന്ന് ബാക്കി കുറച്ച് ഞാനും അടിച്ചു പോരി. പിന്നെ അതാ തുണികളൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കുള്ള കിറ്റും ഇവിടെ എത്തിയിട്ടാണ്. അപ്പോൾ എല്ലാ വർഷവും കിട്ടുന്നതാണ്, ഇത് 5ാമത്തെ വർഷമാണ്. അപ്പോൾ ഇത് മരുതൂർ മഹലിൽ താമസിക്കുന്ന പ്രവാസികളുടെ കിറ്റാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾക്ക് ഇവിടുത്തെ പള്ളിയിലും കിട്ടുന്നുണ്ട് കേട്ടോ, ഇങ്ങോട്ടും കൊണ്ടുവന്ന് തരും. അപ്പോൾ അതിലുള്ള കിറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഞാനിതൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഓരോ ഐറ്റംസുകളൊക്കെയാണ് കേട്ടത്. അപ്പോൾ ഇത് അടിപൊളി ഈന്തപ്പഴം ഉണ്ട് കേട്ടോ, ഒരു പാക്കറ്റ് ഈന്തപ്പഴമാണ് ഇതുള്ളത്. പിന്നെ ഇത് സേമിയാണ്, നമുക്ക് തരിയൊക്കെ കാച്ചി കുടിക്കാനൊക്കെ ആവശ്യമാണല്ലോ അല്ലേ. അപ്പോൾ ഇത് സേമിയ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 2 പാക്കറ്റ് മൈദയുണ്ട്, പിന്നെ 1/2 ലിറ്റർ സൺഫ്ലവറിൻ്റെ ഓയിൽ, അതേപോലെ തന്നെ പഞ്ചസാര, ചായപ്പൊടി, പിന്നെ റവയുണ്ട്. പിന്നെ ഉള്ളത് വെള്ളപ്പയറാണ്. പിന്നെ 5 കിലോ അരിപ്പൊടിയുണ്ട്, പിന്നെ കല്ലുപ്പ്, പിന്നെ ഇത് കടലമാവ്. അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ, ഇത് തന്നവർക്കൊക്കെ നല്ല റബ്ബ് ബർക്കത്തൊക്കെ നൽകട്ടെ അല്ലേ. അപ്പോൾ ഈ പകുതി പൊടികളെല്ലാം ഈ 7 മിക്സിൻ്റെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും അതേപോലത്തുള്ള പൊടികളാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഞാനിത് സ്റ്റാറ്റസ് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടി മാഷാ അല്ലാ. ഈ വർഷത്തെ റംസാൻ്റെ കിറ്റാണ് കേട്ടോ. ഇത് എന്ത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണോ അവർ തന്നത്, അവരുടെ ഹലാലായ ആഗ്രഹങ്ങളൊക്കെ റബ്ബ് സാധിച്ചു കൊടുക്കട്ടെ. പിന്നെ ഇതെല്ലാം എടുത്തു വെക്കലെല്ലാം കഴിഞ്ഞിട്ട് ളുഹർ നമസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നുറങ്ങിയിട്ട് ആ ഓത്തൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഒരു 3:30 ആയിട്ട് പിന്നെ ഞാൻ അടുക്കളയിലൊക്കെ കയറുമ്പോൾ, അപ്പോൾ ഇത് ഞാൻ രാവിലെ നേരത്തെ തന്നെ കുറച്ചൊരു 3 ഗ്ലാസ് അരിയും കുറച്ച് ഉലുവയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അരയ്ക്കാൻ തുടങ്ങുകയാണ്. അതിനുവേണ്ടി ഞാനതിൽ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 സ്പൂണോളം, 1/4 സ്പൂണിൽ 1/2 സ്പൂണോളം ഈസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. തേങ്ങയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ അളവ് ഇത്രയൊന്നും വേണ്ടായിരുന്നു. തേങ്ങ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഈസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നോമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് കഴിക്കുന്ന പലഹാരമൊക്കെ ഒഴിവാക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ അരി ആദ്യം എടുത്ത് വെള്ളത്തിലിട്ടു, എന്നിട്ട് ഉഴുന്ന് നോക്കിയപ്പോഴാണ് ഉഴുന്ന് ഇല്ല കേട്ടോ, കഴിഞ്ഞു പോയി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ അരച്ച് വെച്ചു. അപ്പോൾ 3 ഗ്ലാസ് അരി, ഒരു 1/4 സ്പൂണ് ഉലുവ, ഒരു 1/2 സ്പൂണ് ഈസ്റ്റ്, പിന്നെ ഒരു ഗ്ലാസ് 1.5 ഗ്ലാസോളം ചോറോ എല്ലാം കൂടിയിട്ട് നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ ഇത് വെള്ളപ്പം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എല്ലാ പണിയും ഇങ്ങനെ ഒരു 6 മണി ആകുമ്പോഴേക്കും തന്നെ മാവൊക്കെ നല്ലപോലെ പൊന്തി വന്നിരുന്നു. അപ്പോൾ ഇന്ന് 2 മാങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാനാണ്, വേറെ ഫ്രൂട്ട്സ് ഒന്നുമില്ല, ചക്കരമത്തനൊന്നും ഇല്ല കേട്ടോ.
അപ്പോൾ ഇതിലൂടെ വണ്ടിക്കാരൻ പോയപ്പോൾ ഞാൻ റോട്ടിൽ കൂടെ ഫ്രൂട്ട്സുകാരൻ പോയപ്പോൾ ഞങ്ങൾ പോയി പെട്ടെന്ന് മേടിച്ചതാണ്. അപ്പോൾ ചക്കര മൊത്തം മേടിക്കാനാണ് പോയത്, അത് പിന്നെ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതിലൊരു കുറച്ച് പാൽപ്പൊടി ഉണ്ട് കേട്ടോ, ഒരു പാക്കറ്റൊന്നും ഇല്ല, ഒരു ഇത്തിരി പാൽപ്പൊടിയുള്ളൂ. അപ്പോൾ ആ പാൽപ്പൊടിയും കൂടെ ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുത്ത് ഐസ് വെള്ളം കേട്ടോ, ഐസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാനാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ല തണുപ്പൊക്കെ വേണം കേട്ടോ. എനിക്ക് തണുപ്പിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല, അവർക്ക് ഈ ജ്യൂസൊക്കെ കുടിക്കുന്ന സമയത്ത് കുറച്ച് തണുപ്പൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ അരച്ചിട്ടൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാനാണ്. അപ്പോൾ മാങ്ങപ്പഴം ആയതുകൊണ്ട് തന്നെ നല്ലൊരു കൊഴുകൊഴുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ വീണ്ടും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് എണ്ണക്കടി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ 2 വാഴക്കയുണ്ട്, അപ്പോൾ അത് ചെറുതായിട്ടൊക്കെ ഒന്ന് ലേസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് വാഴയ്ക്ക ബജ്ജി ഉണ്ടാക്കാനാണ്. പിന്നെ അന്ന് ഒരു ദിവസം മുളക് ബജ്ജി ഉണ്ടാക്കിയപ്പോൾ 2 മുളകും ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബജ്ജി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കടലക്കറിയൊക്കെ റെഡിയാക്കാനാണ്. അപ്പോൾ ഇന്നാൾ സുന്ദരിക്കടലയൊക്കെ വേവിച്ചപ്പോൾ ഞാൻ കുറച്ച് അതൊന്ന് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒരു കിഴങ്ങും കുറച്ച് 2 തക്കാളി, ഒരു സബോള, അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറിയാക്കാനാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കുക്കറിൽ തന്നെ ഒന്ന് താളിച്ചിട്ട് വീണ്ടും ഒരു വിസിലിട്ട് വേവിക്കാനാണ്. അപ്പോൾ കടല ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഉറപ്പ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു വിസിലും കൂടി ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉടഞ്ഞു പോകുമൊന്നുമില്ല. അപ്പോൾ സാധാരണ എല്ലാവരും വെക്കുന്ന അതേപോലെ തന്നെ ഞാനും കടലക്കറിയൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുകും പെരിഞ്ചീരകവും ഇട്ട് കൊടുത്ത് സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആവശ്യത്തിനുള്ള പൊടികളൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാത്തൊരു കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് പേര് കമൻ്റൊക്കെ ഇട്ടിരുന്നു, ലൈക്ക് അടിച്ചിരുന്നു, എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും അതേപോലെ തന്നെ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടൊക്കെ എനിക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ എണ്ണക്കടിയൊക്കെ ഇനി അടുപ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഗ്യാസിൽ ആദ്യം കറിയൊക്കെ റെഡിയാക്കാൻ വെച്ചിട്ട് പിന്നെ എണ്ണക്കടി ഉണ്ടാക്കാനാണ് കേട്ടോ. പിന്നെ അത് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കടലയും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു വിസിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാനാണ്. അങ്ങനെ കടലക്കറിയൊക്കെ അടുപ്പത്താക്കി ഇനി അടുത്തത് ബജ്ജി ഉണ്ടാക്കാനാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് കടലപ്പൊടി, കുറച്ച് മൈദപ്പൊടി, കുറച്ച് അരിപ്പൊടി, പിന്നെ ഒരു നുള്ളു കായപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ടാ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൻ്റെ അളവൊന്നുമില്ല, ഞാൻ എല്ലാം ഒരു കൈ കണക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ സ്പൂണിൻ്റെ അളവൊന്നും ഞാൻ പറയാത്തത്. എനിക്ക് അധികവും ഇങ്ങനെ കൈ കണക്കാണ് കേട്ടോ വരിക. അപ്പോൾ പൊടികളെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പാകത്തിന് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മുളകൊക്കെ പിളർന്ന് അതും വെച്ചിട്ടുണ്ട്. പിന്നെ വാഴയ്ക്ക ആദ്യം തന്നെ മുറിച്ച് വെച്ചല്ലോ. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് പിന്നെ വേഗം ബജ്ജിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ ഈ പണികളെല്ലാം കഴിഞ്ഞതും പിന്നെ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് പിന്നെ അടുപ്പിൽ അപ്പം ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും അയ്യാൻകുട്ടി അടുത്ത് വന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ കുറച്ച് തരിക്കഞ്ഞി കാച്ചിയെടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ തരിക്കഞ്ഞിയും പിന്നെ അപ്പുറത്തുള്ളതിൽ വെള്ളപ്പവും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് അപ്പേ ചുടുന്നുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ നോമ്പ് തുറക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ മാവ് തന്നെ കുട്ടികൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അത്താഴത്തിന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ചതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.